ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മുറ്റത്ത് ഇരിക്കാതെ ഷാഫ്ക മുറ്റത്ത് കൂടെ നടക്കുന്നുണ്ട്. ഇനി വേഗം ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കട്ടെ. ഞാൻ കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഇരുന്നല്ലോ, മാനന്തവാടി ഇരുന്നല്ലോ. ചെടിക്ക് പിന്നെ വെള്ളം ഒഴിച്ചിട്ടേ ഒരു 4-5 ദിവസമൊക്കെ ആയിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ ഇലകൾക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട്. ഒന്ന് വെയിലത്തൊക്കെ വെക്കാനായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് നാശമാവും. അപ്പോൾ ഒന്ന് ചെടിയൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ എല്ലാ ചെടികൾക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ അകത്ത് ചെടി വെക്കുന്ന ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകട്ടെ. ഫിദമോള് പഠിക്കാനിരുന്നിട്ടുണ്ട്. ഫിദമോക്ക് ചായ വേണമെന്നുണ്ട്. എപ്പോഴും ചായ ഒന്നും കുടിക്കില്ല. പാൽ ചായ വല്ലപ്പോഴൊക്കെ കുടിക്കും തോന്നുന്ന സമയത്ത് കേട്ടോ. എപ്പോഴും ഇല്ല. പാലൊഴിച്ച് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കെറ്റിലിൽ കുറച്ച് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഷബാസ് മദ്രസ പോകാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഷബാസ് മദ്രസയിലേക്ക് പോവാണ്. പിന്നെ ഷബാസ് വെള്ളം ഒരു ഗ്ലാസ് തിളപ്പിച്ചാലേ വെള്ളമായി കുടിക്കൂ കേട്ടോ. ചായ ഒന്നും രാവിലെ അങ്ങനെ കുടിക്കൂല. ചായ കുടിക്കാതെ പോവുക. രാവിലെ തന്നെ ചായ ഒന്നും ഇഷ്ടമല്ല. എത്ര വെച്ച് കൊടുത്താലും ചൂടുള്ള വെള്ളം കുടിച്ച് പറഞ്ഞൊന്നും കുടിക്കൂല. അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ് വെള്ളം കുടിച്ചോ ഇല്ലല്ലോ അങ്ങനെ പോവും. പല്ലും തേച്ച് നിസ്കരിച്ച് അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഫിദമോക്കുള്ള ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അത് കൊണ്ട് കൊടുക്കട്ടെ. ഫിദ രാവിലെ എണീറ്റ് ചില ദിവസങ്ങളിൽ ചായ കുടിക്കും, ചില ദിവസങ്ങളിൽ ചൂടുള്ള വെള്ളം കുടിക്കും. ഒക്കെ ചൂടുവെള്ളം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഉറക്കം വരുന്ന തൊണ്ട വേദന എടുക്കുന്നതെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ചൂടുള്ള വെള്ളം കട്ടൻ ചായ അങ്ങനെ കുടിക്കൂല. അപ്പോൾ അങ്ങനെ കുടിക്കും കേട്ടോ. അപ്പോൾ മോള് മാത്സ് ആണ് തോന്നുന്നുണ്ട്. ഞാൻ 2 ദിവസം മുന്നിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ പഠിക്കുകയാണ്. പിന്നെ ഷാഫ്ക നടന്നൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ സ്പെഷ്യൽ ചായ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുക കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ സാധാരണ ഞാൻ പാല് തിളപ്പിച്ചിട്ട് അതിൽ പൊടി പഞ്ചസാരയൊക്കെ ഇടുക ചെയ്യുക. ഷാഫ്ക ചായ കുറച്ച് പൊടി അധികം ഇട്ടിട്ട് കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ പാല് കാച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ആക്കട്ടെ. എൻ്റെ അമ്മ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കുക. അതാണ് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന്. അപ്പോൾ ഷാഫ്ക അതുപോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ അടുക്കളൊക്കെ പരന്ന് കിടക്കുന്നുണ്ട്, നോക്കണ്ട രാവിലത്തെ അല്ലേ. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായ നീയും കുടിച്ച് നോക്ക്, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എപ്പോഴൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ കുടിക്കുള്ളൂ. എപ്പോഴും എന്തോ ഒരു ചായ ഞങ്ങൾ ഒഴിവാക്കിയതായിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ കുടിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ പാലൊഴിച്ച് അങ്ങനെ കുടിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ റെസിപ്പി നമ്മൾ പാൽപ്പത്തിരി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ റെസിപ്പി എനിക്കതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ മറ്റേ ചാനലിൽ റെസിപ്പി ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാൽപ്പത്തിരി ഇപ്പോൾ അടുക്കള രുചി ബൈ നദിറ ഷാഫി എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ വരട്ടിയതായിട്ട് ഉണ്ടാക്കുന്നത്. അധികം വെള്ളമില്ലാതെ ചെറിയ ഗ്രേവിയിൽ ഉണ്ടാക്കുക കേട്ടോ, അധികം എരിവൊന്നും ഇടാതെ. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ വെക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ നമ്മൾ നെയ്യിൽ ചെറിയുള്ളി ചേർത്ത് വറവ് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. പോലെ നമ്മൾ കൈ വെച്ചാണ് ഇത് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ റെസിപ്പി ഉണ്ട് ആ ചാനലിൽ. നിങ്ങൾ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിലിട്ടത് കൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കാൻ പറ്റില്ല, അപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ വറവ് ചെയ്തിട്ട് കണ്ടാൽ നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം ഇതേപോലെ തേങ്ങാപ്പാൽ ഒഴിക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുള്ളവർ നദിറ ഷാഫി എന്ന് അടിച്ചാൽ തന്നെ കിട്ടും കേട്ടോ ചാനൽ. അപ്പോൾ അതിൽ ഉണ്ട് കേട്ടോ, ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഷാഫ്ക ഗുളിക കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഷാഫ്ക ചായ കുടിക്കുകയാണ്. പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കണം. ഇപ്പോൾ ചെടികൾ നനക്കണം. ചെടിയൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് വളമിട്ട് കൊടുത്താൽ റോസിന് ഇനി വളമിടാനുണ്ട്. ഷബാസ് മോൻ്റെ മീൻകുളമൊക്കെ നല്ലോണം പച്ച പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വൃത്തിയാക്കി എടുക്കണം. മീനിനെ തന്നെ കാണുന്നില്ല, അങ്ങനെ പച്ച പിടിച്ചിക്ക്. പിന്നെ പോന് ലീവുള്ള ദിവസം വേണം, പരീക്ഷയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. പിന്നെ കുറച്ച് മുരിങ്ങയില പറിക്കണം. മുരിങ്ങൻ്റെ ഇല പരിപ്പ് ഇട്ട് വെറുതെ താളിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് മുരിങ്ങയില താളിക്കാൻ വിചാരിച്ച്. പരിപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും കഴിക്കുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ മുരിങ്ങൻ്റെ ഇല താളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം മുരിങ്ങയില പറിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യം കേട്ടോ. കോണീൻ്റെ മുകളിൽ കയറിയിട്ട് വേണം പറിക്കാൻ.
ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയാൽ കിട്ടും. പക്ഷേ ഇത് കുറച്ചങ്ങ് അകലം ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റില്ല. ഷാഫ്ക ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പൊട്ടിച്ച് തരും കേട്ടോ. ഹൈറ്റ് കൂടുതലുള്ളവർ ആണെങ്കിൽ പറ്റുമല്ലോ. ഇപ്പം ഞാനിത് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താളിക്കാനല്ലേ അത് മതിയല്ലോ. ഇപ്പം നല്ല തളിരിലയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പരിപ്പും മുരിങ്ങേൻ്റെ ഇലയും കൂടെ വെക്കാൻ. എനിക്ക് തേങ്ങ ഒതുക്കിയിടുന്ന ഇഷ്ടം, പക്ഷെ ഇവിടെ തേങ്ങ ഒതുക്കിയിടുന്ന ഇഷ്ടമല്ല. വെളുത്തുള്ളി ചെറിയുള്ളി ചേർത്ത് വറവിട്ട് ചെയ്യാം കേട്ടോ. തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ചിലപ്പോഴൊക്കെ ഞാനങ്ങനെ വെക്കലുണ്ട്. പിന്നെ എന്തായാലും തേങ്ങ ഒന്ന് ഒതുക്കിയിടുക എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നുണ്ടോ, കുറേ ചെടികളുണ്ടൊന്ന് വൃത്തിയാക്കി വെക്കാൻ. വളം അതാ ചാക്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് അത് കുറച്ച് ചെടിക്ക് ഇട്ടിട്ടുള്ളൂ, കുറച്ച് ചെടിക്ക് ഇട്ടിട്ടില്ല. ഓരോ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് വിചാരിച്ച പോലെ ചെടിയൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കണമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. മുരിങ്ങൻ്റെ ഇല ഇങ്ങനെ കണ്ടപ്പോഴട്ടോ ഞാൻ കറിവേപ്പില വെച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുക്കിംഗ് ചാനലിൽ നോക്കാം. കറിവേപ്പില അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വലിയ ടാസ്ക്കാണ് ഈ ഒരു മുരിങ്ങൻ്റെ ഇല ഊരുന്നത് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഫിദമോളാണെങ്കിൽ അത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നന്നാക്കി തരും കേട്ടോ. ഫിദമോൾക്ക് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. മുരിങ്ങേൻ്റെ ഇല ഊരുക, ചീരേൻ്റെ ഇല അരിയുക, അതുപോലെ മാങ്ങ ഉപ്പിലിടാൻ വേണ്ടി മുറിക്കുക, ചാമ്പക്ക മുറിക്കുക, മുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അതുപോലെ അങ്ങനത്തെ ചക്ക നന്നാക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടം. ചക്കയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വെട്ടും കേട്ടോ. എനിക്ക് വെട്ടാൻ പോലും ശരിക്കും അങ്ങ് അറിയൂല. അങ്ങനെയാണ്. ഷോള് കറക്റ്റ് വെട്ടും. ചക്ക ഭയങ്കര ഇഷ്ടമാണ് നോക്കുകയാണ്. ചക്ക ആദ്യം ഉമ്മ അക്കര നിന്നൊക്കെ അക്കര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തറവാടിൽ നിന്ന് കേട്ടോ. ചക്ക കൊണ്ടു തരുമ്പോൾ ഓള് ആദ്യം വെട്ടിയത് ചോളയൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ശീലമായതാണ് ചക്കയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അതൊക്കെ ഭയങ്കര മടിയാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മുരിങ്ങയൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. എനിക്കത് ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഈ ഒരു പരിപാടി വലിയ ഇഷ്ടമല്ലാത്തതാണ് കേട്ടോ. എന്തായാലും മുഴുവനും ഊരി എടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് കഴുകിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പരിപ്പ് ഇട്ടിട്ട് നല്ല താളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വന്നിട്ടില്ല. ഒരുപാട് റെസിപ്പികൾ ഞാൻ എൻ്റെ കുക്കിംഗ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുരിങ്ങലയും പരിപ്പും താളിച്ചതും, പിന്നെ നമ്മൾ രാവിലെ വെച്ച ചിക്കൻ കറിയും, പിന്നെ കുറച്ച് സാലഡ് കേട്ടോ. സാലഡ് ഇവിടെ നിർബന്ധമാണ്. അപ്പം അങ്ങനെ ഉച്ചയൂണ് അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ പൊറാട്ട വെച്ചിട്ട് ഒരു സ്നാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള നോക്കാം. അപ്പോൾ ഇതാ പൊറോട്ട 2-3 പാക്കറ്റ് പൊറോട്ട കേട്ടോ ചുടാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും ഇതേപോലെ വൈകുന്നേരം സ്നാക്കൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല. ഞാനും ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോറ് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ചോറ് എന്തെങ്കിലും സ്പെഷ്യൽ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കും കേട്ടോ. ചിക്കനോ ബീഫോ മീനോ ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ അവർക്ക് ചമ്മന്തിയൊക്കെ മതി. സ്പെഷ്യലായിട്ടൊരു അച്ചാർ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. അതൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഈവനിങ് സ്നാക്ക് ഇവിടെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളത് കൊണ്ട് ചില സമയത്ത് ഉണ്ടാക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പൊറോട്ട ഉള്ളതുകൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മധുരമുള്ളത് ഇവർക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അധികം എരിവുള്ളത് ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ എന്തായാലും മധുരമുള്ള തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തേങ്ങയും കൂടെ ചിരവിയെടുക്കാം. നമ്മളിതാ തേങ്ങ മൊത്തം ചിരവിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചെറിയ ജീരകം 1 ടീസ്പൂണും പിന്നെ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. കൂടെ 1 ടീസ്പൂണ് ഏലക്കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ മിക്സാക്കി എടുക്കാം. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ചേർത്തിട്ടുണ്ട്. കൂടെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു മുട്ടയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് മിക്സായി കിട്ടൂല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇതേപോലെ മിക്സായി കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചുട്ടെടുത്ത പൊറോട്ടയൊക്കെ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഓവർ ചെറുതായി കട്ട് ചെയ്യണമെന്നില്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മുട്ടേൻ്റെ മിക്സിൽ നമ്മളൊന്ന് മുക്കിയെടുത്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിന് വേണമെന്നില്ല, എന്ത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കേക്ക് ടിൻ ഉള്ളതുകൊണ്ട് എടുത്തത് മാത്രം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ തേങ്ങയുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം.
വീണ്ടും നമ്മൾ ആ ഒരു പൊറോട്ടൻ്റെ പീസെല്ലാം നമ്മൾ എഗ്ഗിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം മുകളിൽ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള എഗ്ഗ് മിക്സ് ഇങ്ങനെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് തവി എന്തെങ്കിലും വെച്ചൊന്നങ്ങ് അമർത്തി കൊടുക്കാം. ഇനി ഇത് ആവി കയറ്റിയെടുക്കാനുണ്ട്. നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ഈ ഒരു പാത്രം നമുക്ക് ശരിക്കും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ളൊരു വട്ടത്തിലുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും വെച്ച് കൊടുത്ത് നമ്മൾ ഇതേപോലെ അങ്ങ് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റോളം ആവി കയറ്റിയെടുത്താൽ നമുക്കിത് സെറ്റായി കിട്ടും. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് ഒരുപാട് റെസിപ്പീസും വിശേഷങ്ങളും ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. താങ്ക്